ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തൻ്റെ അമ്മ ശാരിയല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് ആകെ ഒരു തലയ്ക്ക് വട്ടുപിടിച്ച പോലെ ഇങ്ങനെ നടക്കുകയാണ്. അതേ സമയത്ത് റോട്ടിൽ കൂടെ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സരയുവിൻ്റെ ഡ്രൈവറായ കാറും കൊണ്ട് അയാൾ ഇങ്ങനെ വരികയാണ്. സരയുവിൻ്റെ അരികിൽ കൊണ്ടുവന്ന് കാറ് നിർത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സരയു അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നടോ? ഞാൻ പോകുന്നത് കണ്ടില്ലേ? അപ്പം എൻ്റെ പുറകെ കൂടെ വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട്, അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു മാഡം എന്ന് പറയും. നീ കാണില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ അയാളോട് തട്ടിക്കയറുകയാണ്. അങ്ങനെ ഡോറ് തുറന്ന് കാറിൽ കയറിയിരിക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ ചോദിക്കുകയാണ്, എവിടേക്കാണ് മാഡം പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ അടുത്ത് റെയിൽപാളം വല്ലതും ഉണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലടാ, അവിടെ ചെന്നിട്ട് ഒന്ന് തലവെച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നിങ്ങനെ സരയു പറയാണ്. അപ്പോൾ അയാളാകെ പെട്ട പോലെ നിൽക്കുകയാണ്. എന്നിട്ട് സരയു പറയുന്നുണ്ട്, അതെ നീ എവിടെ നിന്നാടോ എടുത്തു കൊണ്ടുവന്നത്, അവിടെ തന്നെ കൊണ്ടാക്കടോ എന്നിങ്ങനെ പറയാണ്. അപ്പം ശരി മാഡം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയു കാറിലിരിക്കുന്ന ഡ്രൈവർ അങ്ങനെ കാറും കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും സരയുവിന് ആകെ വിഷമം. സരയു ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, എന്നാലും എൻ്റെ അമ്മ മാറിപ്പോയല്ലോ, എങ്കിലും എൻ്റെ അമ്മയെ ഒരിക്കലും എൻ്റെ അച്ഛനും എൻ്റെ വളർത്തമ്മയും ഇതറിയരുത്. ഞാൻ ഈ സത്യം അറിഞ്ഞു എന്നുള്ള കാര്യം അവരൊരിക്കലും അറിയാൻ പാടില്ല. എന്തായാലും എത്രയും വേഗം അമേരിക്കയിലോട്ട് മനുവേട്ടനെയും കൊണ്ട് പോകണം, ഈ കാര്യങ്ങളൊന്നും ആരും അറിയിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സരയു ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വളരെ വിഷമത്തിൽ തന്നെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ശാരി അവിടെ നിൽക്കുന്നുണ്ട്. ശാരി ചോദിക്കുന്നുണ്ട്, ഇവളുടെ വിഷമമൊക്കെ കാണുമ്പോൾ, എങ്ങോട്ടാ മോളെ പോയത്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. മോൾക്ക് എന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ വിഷമം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറ്റിത്തരൂ അത് എന്നും ചോദിച്ചിട്ട് അങ്ങനെ ശാരിയോട് വഴക്കുണ്ടാക്കുകയാണ്. അല്ല മോളെ എവിടേക്കാണ് പോയത്, മോളെ ആരെ കാണാനാ പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പം മനു എന്ത് എന്ന് ചോദിക്കുമ്പോൾ, മനുവേട്ടനെ എനിക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനുവേട്ടൻ അങ്ങനത്തെ ഒരാളല്ല, മനുവേട്ടൻ നല്ല ബിസിനസ്സിൻ്റെ തിരക്കുള്ള ആളല്ലേ, പിന്നെ എനിക്ക് നേരം നോക്കിയിരിക്കാൻ പറ്റുമോ, എവിടേക്കാണ് പോയെന്ന് എനിക്കറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞെന്ത് എന്ന് സരയു ചോദിക്കുകയാണ്. കുഞ്ഞു മുകളിലുണ്ട് മോളിൽ തന്നെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേ മോള് കുഞ്ഞു കിടന്ന് ഉറങ്ങാണെന്ന് ശാരി മറുപടി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സരയു പറയണം, അതെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ അല്ലേ, എന്തായാലും ഞാനും മനുവേട്ടനും എൻ്റെ കുഞ്ഞും കൂടിയിട്ട് ഇവിടുന്ന് എത്രയും വേഗം അമേരിക്കയിലോട്ട് പോകും, നിങ്ങളെ കൊണ്ടുപോകില്ല, നിങ്ങളെ കൊണ്ടുപോകണം എന്നല്ല ആദ്യം കരുതിയത്. എന്തായാലും നിങ്ങൾ അച്ഛനമ്മ ഇവിടെ തന്നെ നിന്നോ, അച്ഛൻ ഒറ്റയ്ക്കാക്കി ഇവിടെ പോകാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ എന്ന് പറയാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, മോൾ എവിടെ പോയാലും സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആര് കൊണ്ടുപോകാനാണ് മോളെ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയു പറയാണ്, എന്തായാലും ഞങ്ങൾ പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എല്ലാ മാസവും ഞങ്ങളൊരു തുക നിങ്ങൾക്ക് ചിലവിനുള്ളത് അയച്ചു തരും, പിന്നെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ കോളോ മറ്റോ ചെയ്യാം, വല്ലപ്പോഴും വരികയും ചെയ്യാം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ ആ സത്യം മറച്ചു വെക്കുകയാണ്. ശാരിയോടൊന്നും പറയുന്നില്ല, അതുപോലെ തന്നെ രാഹുലിനോടും പറയുന്നില്ല. നേരെ പോകുന്നത് തൻ്റെ റൂമിലേക്കാണ്. തൻ്റെ റൂമിൽ ചെന്നിട്ട് തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞാണെങ്കിൽ നല്ല കളിച്ചിരികയോടുകൂടി അങ്ങനെ കിടക്കുകയായിരുന്നു. കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കരയുന്നൊരു ഭാഗമൊക്കെയുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആകെ തല്ലുകൊണ്ട് അവശയായിട്ട് കാല് ഞൊണ്ടി വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഭാനുമതി അമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രകാശൻ നിനക്ക് എന്താടാ പറ്റിയതെന്ന്, നീ വല്ലയിടത്തും വീണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല വീണിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ എന്താടാ നിനക്ക് പറ്റിയത് എന്ന് വീണ്ടും ചോദിക്കുന്ന സമയത്ത്, അത് വേറൊന്നുമില്ല, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയണം. അബദ്ധം അതെന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രകാശൻ തപ്പിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാനുമതി അമ്മ പ്രകാശൻ്റെ മുഖത്ത് ഒറ്റടി അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ തള്ള എന്നെ തല്ലിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, നീ ലക്ഷ്മി എന്ന് പറയുന്ന പെണ്ണിന്, അതായത് നമ്മുടെ കാർത്തികയുടെ അമ്മയെ വഞ്ചിച്ചിട്ട് നീ മറ്റൊരു പെണ്ണിൻ്റെ പുറകെ പോയിരിക്കുന്നു, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലൂടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. നിനക്ക് ആകെ ഇത്തിരിക്കോളം ആയുസുള്ളൂ, ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നതിന് മുൻപ് തന്നെ നിനക്ക് കൊള്ളി വെക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, എന്ത് വർത്താനാണ് അമ്മ ഈ പറയുന്നത് എന്ന് പ്രകാശൻ ചോദിക്കുന്നുണ്ട്. അല്ല പിന്നെ നീ നാട് മുഴുവനും നടന്നിങ്ങനെ തല്ലുകൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ നിനക്ക് നിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നിനക്ക് അറിയാവുന്നതിൽ ഇങ്ങനെ തല്ലുകൊണ്ട് കഴിഞ്ഞാൽ നീ പെട്ടെന്ന് തന്നെ പോകൂടാ എന്ന് പറയുന്നു. ഇല്ല അമ്മേ ഞാൻ അങ്ങനെ പെട്ടെന്ന് പോകില്ല, ഇനി എന്തായാലും ഞാനൊരു അബദ്ധത്തിന് നിൽക്കില്ല, ലക്ഷ്മിയെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയത്, DSPയുടെ ഭാര്യയായിരുന്നു അത് എന്നിങ്ങനെ പറയുമ്പോൾ, പിന്നെ അയാളുടെ ഭാര്യയെ ചെന്നിട്ട് പ്രേമിക്കാമെന്ന് അയാളെ നടി കിട്ടിയില്ലടാ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോൻ്റെ കല്യാണം നടത്തണം, അതുപോലെ ഞാനും നമ്മളെല്ലാവരും സുഖമായിട്ട് ജീവിക്കും, ഇനി നമുക്ക് ഒരു അബദ്ധം പറ്റില്ല, നമുക്ക് ഇനി ഒരു വീഴ്ച ഉണ്ടാകില്ല. അതിനുശേഷം പ്രകാശം പറയാണ്, എന്തായാലും നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണം, അപ്പം നീ ഒരു കാര്യം ചെയ്യടാ, അത്രയും നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവളോട് ഒരു ഫോട്ടോ ചോദിക്കും, ലക്ഷ്മിയുടെ ഒരു ഫോട്ടോ ചോദിക്കടാ എന്ന് പറയാണ്.
അപ്പോൾ വേണ്ട അമ്മേ, ഒരു ഫോട്ടോയും വേണ്ട, ഇനി ഒന്നും വേണ്ട, എന്തായാലും ഇനി കല്യാണത്തിൻ്റെ അന്ന് കാണാം, അതാ നല്ലത്. അപ്പോൾ അവരെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ അവർ ദൈവത്തെ പോലെയാണ്. ആ അമ്മയും മകളും ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നത്. അവരെ ഫോട്ടോ കിട്ടുന്നതാണെങ്കിൽ അതിരാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അവരുടെ ഫോട്ടോയിലൊന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. അത്രയ്ക്ക് ദൈവത്തിന് തുല്യരാണ് അവർ. നിനക്ക് നമ്മുടെ ഭാനുമതി അമ്മ പറയാണ്, എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ, എവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നീ എന്തായാലും മരുന്നും തൈലവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യ്, ഞാനും എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ചെയ്യാം. നീ ഇവിടെ സോഫയിൽ കിടക്ക്, നിനക്ക് ഞാൻ ചുക്കും കുരുമുളകും തുളസിയിലൊക്കെ ഇട്ടിട്ട് ഒരു കഷായം വെച്ച് ഇപ്പോൾ കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭാനുമതി ചോദിക്കുന്നുണ്ട്, അല്ലടാ ഇനിയിപ്പോൾ അവർ 5 കോടി കൊടുത്തിട്ട് ആ ലക്ഷ്മി ഈ കേസിൽ നിന്ന് കേസിൽ നിനക്ക് എതിരെ സാക്ഷി പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്നും പറഞ്ഞു. അങ്ങനെ ഭാനുമതി അമ്മ കഷായം ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കോടതി മുറിയാണ്. അങ്ങനെ കോടതി മുറിയിൽ പ്രകാശൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. കല്യാണിയും കിരൺ അവിടെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ വിക്രവും അവിടെ ഇരിക്കുന്നുണ്ട്. ലക്ഷ്മിയും കൂട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വക്കീൽ ചോദിക്കുന്നുണ്ട് പ്രകാശനോട് വീണ്ടും, അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഈ സ്ത്രീയെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണോ? ഈ സ്ത്രീ നിങ്ങളുടെ ആദ്യ ഭാര്യയല്ല എന്ന് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ സാറേ, ഇവരെൻ്റെ ഭാര്യയല്ല, ഇവർക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, സാറേ എനിക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇയാൾ എൻ്റെ ഭർത്താവല്ല, എനിക്ക് തെറ്റ് പറ്റിയതാണ്. എൻ്റെ ഭർത്താവ് എന്നെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു. അപ്പോഴാണ് എനിക്ക് സത്യങ്ങൾ മനസ്സിലായത്. പക്ഷേ എൻ്റെ ഭർത്താവുമായിട്ട് നല്ല സാമ്യമുണ്ട് ഇയാൾക്ക്, ഇയാൾ എൻ്റെ ഭർത്താവല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജഡ്ജിക്ക് ദേഷ്യം വരുന്നുണ്ട്. ജഡ്ജി ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഒരാളെ, നിരപരാധിയായ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റല്ലേ, ഇതെന്താ നിങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ജഡ്ജി അങ്ങനെ ലക്ഷ്മിയെ വഴക്ക് പറയുകയാണ്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അവർക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ല, അവരുടെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞല്ലോ സാറേ, അതുകൊണ്ടായിരിക്കും അവർക്ക് അബദ്ധം പറ്റിയതെന്ന് പറയുമ്പോൾ ശരി എന്നും പറഞ്ഞ് അങ്ങനെ ജഡ്ജി ആ ഒരു കേസ് പിരിച്ചു വിടുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ കല്യാണിയും കിരണും അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. പ്രകാശം വിചാരിക്കുന്നുണ്ട് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല ആ കേസ് നിലനിൽക്കാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോയത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അച്ഛനും മകനും വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അതായത് തള്ളവിരലൊക്കെ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് അവരിങ്ങനെ ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ. അതിനുശേഷം ലക്ഷ്മിയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കാർത്തികയുടെ കാര്യമൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് കല്യാണിയോട്, എന്തായാലും അയാൾക്കുള്ള ശിക്ഷ അത് ഉടനെ തന്നെ ഉണ്ടാകുമ്പോൾ അയാൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറയാണ്. കാർത്തികയ്ക്ക് ഞാൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ അവൾക്കുള്ളൂ, അല്ലാതെ അനുഭവം കൊണ്ട് അവൾക്ക് ഇയാളെ കൊണ്ട് അനുഭവം കൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതേ സ്ഥാനത്ത് മോൾക്കും മോളുടെ അമ്മയ്ക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ കല്യാണി പറയാണ്, അത് ശരിയാണ് അമ്മേ, എന്നെ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്കുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാമോ, അയാളിപ്പോൾ സന്തോഷിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം പ്രകാശൻ വിക്രവും വക്കീലും കൂടി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പ്രകാശൻ കാർത്തികയുടെ അമ്മയോടായിട്ട് ലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, അതെ എന്തായാലും ഇവരുടെ മുന്നിൽ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകാതെ എന്നെ നാണം കെടുത്താതെ രക്ഷപ്പെടുത്തിയതിന് നന്ദിയുണ്ട് എന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട്. നന്ദിയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് തരാനുള്ള 5 കോടി രൂപ അത് എത്രയും വേഗം എത്തിക്കണമെന്ന് പറയാണ്. അത് തന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലക്ഷ്മി പോട്ട മോനെ എന്നും പറഞ്ഞിട്ട് നമുക്ക് കാണാമെന്നും പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ പ്രകാശന് അവിടെ നിൽക്കുമ്പോൾ കല്യാണി എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ പോവാൻ നിൽക്കുമ്പോൾ അവിടെ ഒന്ന് നിന്ന് എന്ന് നമ്മുടെ പ്രകാശൻ പറഞ്ഞ് നിർത്തുകയാണ് കല്യാണിയെയും കിരണിനെയും. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ ജയിലിൽ കിടക്കുമെന്ന്? 5 കോടി രൂപയാണ് അവൾ നഷ്ടപരിഹാരം ചോദിച്ചത്. 5 കോടിയല്ല 10 കോടി കൊടുക്കാൻ ഇപ്പം എൻ്റെ കയ്യിൽ ആസ്തിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വലിയ വീമ്പൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അനുഭവിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ അവർ തർക്കിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.